ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മ വെറുതെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ ഒന്ന് പോകുന്നുണ്ടോ? മുഹൂർത്തം കഴിയാൻ പോവാ. ദേവാ, എടാ, ഇപ്പൊ ഞാൻ പറയുന്നത് കേക്കാതെ നീ ഈ കല്യാണം നടത്തിയ നാളെ വേദനിക്കേണ്ടി വരും. വിവാഹം നടക്കില്ല എന്ന് പറയാൻ എന്താ കാരണം? വിവാഹം തീരുമാനിച്ചത് ഞങ്ങളാ, അത് നടത്താനും ഞങ്ങൾക്കറിയാം. എങ്ങനെ വിവാഹം നടത്തും പരമേശ്വര? ഈ ഇരിക്കുന്നത് എന്റെ പേരക്കുട്ടി പ്രിയങ്കയുടെ ഭർത്താവാ. പ്രിയങ്ക ജീവിച്ചിരിക്കുമ്പോ ഇവന് കല്യാണം കഴിക്കാൻ പറ്റുമോ? അമ്മേ, പ്രിയങ്ക മരിച്ചു പോയില്ലേ? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ആ, അവള് മരിച്ചുപോയി എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ജീവിച്ചിരിക്കുന്നത് നേരിട്ട് കണ്ടിട്ടാ ഞാൻ വന്നിരിക്കുന്നേ. എന്റെ പ്രിയങ്ക മോളെ ഞാൻ കണ്ടു, ജീവനോടെ കണ്ടു. എടാ, ഇവര് കൊന്നതും കുഴിച്ചിട്ടതും വേറെ ആരോ ആണ്. എന്നിട്ട് നിങ്ങൾ കോടതിയിൽ പറഞ്ഞത് പ്രിയങ്കയെ രാധികയും വരണും കൂടെ കൊന്നു കുഴിച്ചു മൂടിയെന്നല്ലേ? എന്റെ മോള് മരിച്ചു എന്ന് കരുതിയപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞു. ഇവരെന്തൊക്കെ പറയുന്നത്? ദേവാ, എടാ, നിന്റെ മോക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അവള് ജീവിച്ചിരിപ്പുണ്ടടാ. അവളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഏട്ടാ, ഇവരിങ്ങനെ ഇത്ര ഉറപ്പ് പറയുമ്പോ അതിൽ എന്തെങ്കിലും കാര്യം കാണാതിരിക്കോ? പ്രിയങ്കയുടെ സംസ്കാരം നടത്തിയത് നീയും കൂടി ചേർന്നല്ലേ ചന്ദ്രശേഖര? അപ്പൊ ഈ പറയുന്നത് ഭ്രാന്ത് അല്ലെങ്കിൽ നിനക്കാണോ ഭ്രാന്ത്? വരുണും രാധിക ഒന്നിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അതിന്റെ പേരിൽ വിവാഹം തടയാൻ ശ്രമിച്ചാലുണ്ടല്ലോ. ശ്രമിച്ചാ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ഈ വിവാഹം മുടക്കും. അതെ, എന്റെ പ്രിയങ്ക മോൾക്ക് വേണ്ടിയാ, ജീവിച്ചിരിക്കുന്ന പ്രിയങ്ക മോൾക്ക് വേണ്ടി. അവള് മരിച്ചു എന്നെങ്ങാനും എന്നോട് പറഞ്ഞാലുണ്ടല്ലോ, കഴുത്ത് ഞെരിച്ചു കൊന്നളെ ഞാൻ. അമ്മ എന്തായി കാണിക്കുന്നേ? അമ്മ എന്തായി ചെയ്യുന്നേ? ഇങ്ങോട്ട് മാറി. എന്താ തിരുമേനി ഇത്?
വീണ്ടും വീണ്ടും എല്ലാവരും അപമാനിക്കുകയാണല്ലോ. അമ്മേ, ഒരു കള്ളം പറഞ്ഞ ഈ വിവാഹം മുടക്കാൻ അമ്മ ശ്രമിക്കണ്ട. അത് നടക്കില്ല. അല്ല, അമ്മ എവിടെ വെച്ചാ പ്രിയങ്കയെ കണ്ടത്? പട്ടണത്തിൽ വെച്ച്, പട്ടണത്തിലെ മാർക്കറ്റിൽ വെച്ച്. സുകുമാരി അമ്പലത്തിൽ പോയിരിക്കുകയാണെന്നാണല്ലോ പറഞ്ഞത്. അതിനിടയ്ക്ക് എവിടെയാ പട്ടണത്തിൽ പോയത്? അത് യശോദ വിളിച്ചപ്പോ ഞാൻ കള്ളം പറഞ്ഞതാ. ഞാൻ അവളെ കണ്ടു. ഞാൻ എല്ലാവരോടുമായിട്ട് ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ഇപ്പൊ ഈ പറയുന്നത് മറികടന്ന് ഇവരുടെ കല്യാണം നടത്താനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ എന്റെ പ്രിയങ്ക മോളെ കൊണ്ട് ഞാൻ കേസ് കൊടുപ്പിക്കും. പിന്നെ 2 എണ്ണം അകത്ത് പോയി കിടക്കേണ്ടി വരും. അമ്മ വെറുതെ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ ഒന്ന് പോകുന്നുണ്ടോ? മുഹൂർത്തം കഴിയാൻ പോവാ. ദേവാ, എടാ, ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാതെ നീ ഈ കല്യാണം നടത്തിയ നാളെ വേദനിക്കേണ്ടി വരും. അമ്മ, ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ എന്റെ കൂടെ വന്ന ഓട്ടോക്കാരനോട് അവനോട് ചോദിക്കേ. അവനിതൊക്കെ കണ്ടതാ. അവനോട് ചോദിച്ചു നോക്കാം നമുക്ക്. അവര് ഇത്രയും ബഹളം വെച്ച് പറയുകയല്ലേ? അയാളോടൊന്ന് ചോദിച്ചു നോക്കുന്നതിലെന്താ? എന്ത് കാര്യത്തിനെ ഒരു സംശയ നിവാരണം നടത്തുന്നത് നല്ലതാണല്ലോ. ആ, വാ, എല്ലാരും വാ, ഞാൻ കേൾപ്പിച്ചു തരാം.